എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ രാഹി. ഞാൻ കൊട്ടാരക്കര നെല്ലിക്കുന്നം അരീക്കൽ ആയുർവേദ ഹോസ്പിറ്റലിലെ ആയുർവേദ കോസ്മെറ്റോളജി വിഭാഗം ഡോക്ടറാണ്. ഞാനിന്നിവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം ആയുർവേദ കോസ്മെറ്റോളജിയെക്കുറിച്ചാണ്. ആയുർവേദ കോസ്മെറ്റോളജി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ആയുർവേദത്തിനെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആയുർവേദം എന്ന് പറയുന്നത് ഒരു ചികിത്സാ ശാസ്ത്രമല്ല. എല്ലാ തരത്തിലുള്ള ആരോഗ്യ സൗന്ദര്യ പ്രശ്നങ്ങൾക്കും ആയുർവേദത്തിൽ പരിഹാരങ്ങളുണ്ട്. ഇപ്പോൾ ആയുർവേദ കോസ്മെറ്റോളജിയിൽ കൂടുതലായിട്ട് വരുന്നത് മുടി കൊഴിച്ചിൽ, അതുപോലെ തന്നെ താരൻ, അകാല നര, മുഖക്കുരു, കറുത്ത പാടുകൾ, കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ്, പിന്നെ അതുപോലെ പാദ സംരക്ഷണം, ചുണ്ടുകൾക്കുള്ള സംരക്ഷണം, ഇതെല്ലാം ആയുർവേദ കോസ്മെറ്റോളജിയിൽ നല്ല ചികിത്സ ലഭ്യമാണ്. ഇപ്പോൾ തന്നെ നമുക്കറിയാം, ആയുർവേദം എന്ന് പറയുന്നത് ആ ഒരു ജീവിതശൈലിയാണ്. അപ്പോൾ രാവിലെ ഉറക്കം എണീറ്റത് മുതൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് ആയുർവേദത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ പിന്തുടരുന്നത് വഴി ചർമ്മരോഗങ്ങളും അതുപോലെ ചർമ്മരോഗങ്ങളും കേശസംബന്ധമായ രോഗങ്ങളും ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റാനായിട്ട് സാധിക്കും. ഇനി ആയുർവേദ കോസ്മെറ്റോളജിയിൽ നമ്മൾ ചെയ്യുന്ന ചികിത്സയിൽ ആയുർവേദത്തിൽ പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റുകളുണ്ട്. അതായത് പ്യൂരിഫിക്കേഷൻ ട്രീറ്റ്മെൻറ്റ്സ്, നമ്മുടെ ശരീരം ശുദ്ധീകരിക്കുന്ന ട്രീറ്റ്മെൻറ്റുകളുണ്ട്. ഇതും നമ്മൾ ആയുർവേദ കോസ്മെറ്റോളജി ചെയ്യുന്നതാണ്. ഇപ്പോൾ ഒരു മുഖക്കുരുവായിട്ട് വരുന്ന ഒരാൾക്ക് രക്തദൂഷ്യമുണ്ട്, അപ്പോൾ അവർക്ക് വേണ്ടുന്ന എന്താണ് ട്രീറ്റ്മെൻറ്റ്. ഇപ്പോൾ നമുക്ക് മുഖത്ത് എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുഖക്കുരു വരില്ല, അത് വീണ്ടും എന്ത് ചെയ്യും വരും. അതിനൊരു കാരണമുണ്ട്. ആ കാരണം കണ്ടെത്തിയിട്ട് അതിന് എന്താണ് വേണ്ടത്, അതിന് വേണ്ട പഞ്ചകർമ്മ എന്തെങ്കിലും ശുദ്ധീകരണമുണ്ടോ അതും, അതിൻ്റെ കൂടെ എന്തെങ്കിലും അവർക്ക് മരുന്നുകളായിട്ട് അവരുടെ ഇതിൽ വേണ്ടുന്നതുണ്ടോ അതും, അതുപോലെ തന്നെ പുറമേ ട്രീറ്റ്മെൻറ്റായിട്ട് ചെയ്യേണ്ടത്, ഇതെല്ലാം ഉൾപ്പെടുത്തിയാണ് നമ്മൾ ആ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ ഒ പിയിൽ ഒരുപാട് കണ്ടുവരുന്ന ഒരു രോഗമാണ് താരൻ. ഇതും ഒരിക്കലും പുറമേ ഒരു കാര്യം അല്ലെങ്കിൽ പുറമേ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറുന്ന ഒരു അസുഖമല്ല. താരനും ഉള്ളിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണ്? ഇപ്പോൾ വയറ്റിൽ നിന്ന് വരുന്ന പ്രശ്നങ്ങൾ കൊണ്ട് താരനുണ്ടാവും. അതിൻ്റെ കാരണം മനസ്സിലാക്കിയിട്ട് അവർക്ക് വേണ്ട ആഹാര രീതികളിൽ മാറ്റം വരുത്തേണ്ടത് എന്തൊക്കെയുണ്ടോ അതും, പിന്നെ അവർക്കുള്ള ട്രീറ്റ്മെൻറ്റുകളും, ഇനി അത് വരാതിരിക്കാനായിട്ട് എന്തൊക്കെ ചെയ്യണം, ഇതെല്ലാം ആയുർവേദ കോസ്മെറ്റോളജിയിൽ വരുന്ന രോഗികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ്. എല്ലാം വളരെ നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളതും. പിന്നെ അതുപോലെ തന്നെ ഇനി വരുന്ന തലമുറ, ഇപ്പോൾ ഒ പിയിൽ വരുന്ന കൂടുതൽ ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു 20-30 ആ ഒരു റേഞ്ചിലുള്ള ആളുകൾക്ക് മിക്കുള്ളവർക്കും സ്കിൻ പ്രോബ്ലംസ് കൂടുതലായിട്ട് വരാറുണ്ട്. ഇതെല്ലാം അവരുടെ ആഹാര രീതിയിൽ വരുന്ന മാറ്റങ്ങളാണ്. ഇപ്പോൾ ഇന്നത്തെ തലമുറ ഫേസ് ചെയ്യുന്നൊരു വലിയൊരു പ്രശ്നമാണ് പല സമയത്തുള്ള ഭക്ഷണക്രമങ്ങൾ, അതുപോലെ തന്നെ ഉറക്കമില്ലായ്മ, ഒരുപാട് സ്ക്രീൻ ടൈം യൂസ് ചെയ്യുന്നത്, പിന്നെ രാവിലത്തെ ഭക്ഷണം സ്കിപ്പ് ചെയ്യുന്നത്, അതുപോലെ തന്നെ കഴിക്കുന്ന ഭക്ഷണം കൂടുതൽ ഹെവി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, രാത്രിയിൽ ഒരുപാട് ലേറ്റായിട്ട് ഫുഡ് കഴിക്കുക, ഇതെല്ലാം കോസ്മെറ്റോളജി ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന അസുഖങ്ങൾക്കും ഒരു കാരണമാണ്. അപ്പോൾ ഇതൊക്കെ മാറ്റി അവർക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റുകൾ എന്താണ്, അതൊക്കെയാണ് ആയുർവേദ കോസ്മെറ്റോളജിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ആയുർവേദ കോസ്മെറ്റോളജി നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ, നമുക്കറിയാം ആയുർവേദം എന്ന് പറയുമ്പോൾ തന്നെ പ്രകൃതിദത്തമായ രാസവസ്തുരഹിതമായ ഉൽപ്പന്നങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആയുർവേദത്തിൽ തന്നെ ഇപ്പോൾ സൗന്ദര്യം വർദ്ധിപ്പിക്കാനായിട്ടും അല്ലെങ്കിൽ ഇപ്പോൾ വർണ്യഗണങ്ങൾ, അതായത് വർദ്ധിപ്പിക്കുന്നതിനുള്ളതും പാടുകൾ മാറുന്നതിനുള്ളതൊക്കെ ഒരുപാട് ഔഷധങ്ങളെപ്പറ്റിയും ഔഷധക്കൂട്ടുകളെപ്പറ്റിയും ആയുർവേദം പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഉപയോഗിച്ച് രാസവസ്തുരഹിതമായ ഉൽപ്പന്നങ്ങളാണ് നമ്മൾ ഈ ചികിത്സയിലും ഉൾപ്പെടുത്തിയിരുന്നത്, അല്ലെങ്കിൽ ഈ ചികിത്സയ്ക്ക് വരുന്നവർക്ക് നമ്മൾ ഉപയോഗിക്കുന്നതും അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവർക്കൊരു ഈ ചികിത്സ കഴിഞ്ഞിട്ട് അവർക്കൊരു സൈഡ് എഫക്റ്റോ അല്ലെങ്കിൽ ഈ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഇതുകൊണ്ട് ചർമ്മത്തിന് ഒരു കേടുപാടുകളും ഉണ്ടാവുകയില്ല, അതുപോലെ തന്നെ ഒരു സൈഡ് എഫക്റ്റും അവർക്ക് ഉണ്ടാവത്തില്ല. അപ്പോൾ അങ്ങനൊരു ഇതും ഗുണവും ആയുർവേദ കോസ്മെറ്റോളജി ട്രീറ്റ്മെൻറ്റ് വഴി നിങ്ങൾക്ക് ഉണ്ടാവും. പിന്നെ അതുപോലെ നമ്മളിപ്പോൾ സ്കിൻ ടൈപ്പ്, നമുക്കറിയാം ഓരോ രോഗികളും വ്യത്യസ്തരാണ്. അപ്പോൾ അവർക്കെല്ലാവർക്കും പല തരത്തിലുള്ള സ്കിന്നുകളാണ്. അപ്പോൾ ആ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് നോക്കി, ഇപ്പോൾ ഡ്രൈ സ്കിൻ ഉള്ളവരുണ്ട്, ഓയിലി സ്കിൻ ഉള്ളവരുണ്ട്, പിന്നെ കോമ്പിനേഷൻ സ്കിൻ ഉള്ളവരുണ്ട്, സെൻസിറ്റീവ് സ്കിൻ ഉള്ളവരുണ്ട്. അപ്പോൾ ഇതിൽ ഇവരുടെ ഏത് ടൈപ്പാണ് ഇവരുടെ സ്കിൻ, അത് ആദ്യം നമ്മളൊരു രോഗി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ സ്കിൻ ടൈപ്പ് ഏതാണ്, അല്ലെങ്കിൽ അവരുടെ ചർമ്മത്തിൽ എന്തൊക്കെയാണ് അവർക്ക് കുറവുള്ളത്, അവർ ഏതൊക്കെ ടൈപ്പ് അല്ലെങ്കിൽ ഏതൊക്കെ ആഹാരങ്ങൾ ഉൾപ്പെടുത്തിയാലാണ് അത് മാറുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവരുടെ ദിനചര്യയിൽ മാറ്റം വരുത്തുന്നത്, ഇതെല്ലാം നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കും. ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ അവരുടെ സ്കിൻ ടൈപ്പ് നോക്കി ഇതെല്ലാം അനുസരിച്ചാണ് നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യുന്നത്. നല്ലൊരു ജീവിത രീതി പിന്തുടരുന്നത് വഴി നിങ്ങൾക്ക് നല്ലൊരു ആരോഗ്യം നിലനിർത്താനായിട്ട് സാധിക്കും. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.